വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. പ്രതിവചനം. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം തിരുവെഴുത്തുകളിലൂടെ വചനം ശ്രവിക്കുകയും കൃത്യം ഒരാഴ്ച മാത്രം അകലെയുള്ള ക്രിസ്മസിൻ്റെ നിമിഷത്തോട് അടുക്കുമ്പോൾ നാം ഓരോരുത്തരും ഓർമ്മിക്കുന്നു, നമ്മുടെ വരാനിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ തയ്യാറെടുപ്പുകളും എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുകയും വേണം. ആഘോഷിക്കാൻ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്തോഷവും കാരണവുമായവൻ ക്രിസ്തുവല്ലാതെ ക്രിസ്മസിൽ ഉണ്ടാകില്ല. ഇതാണ് ഇന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ഒരു കാലത്ത് മഹാനായ രാജാവായിരുന്ന ദാവീദിൻ്റെ പിൻഗാമിയും ദാവീദിൻ്റെ ഗൃഹത്തിൻ്റെ അവകാശി വഴി തൻ്റെ ജനത്തിന് തൻ്റെ രക്ഷ അയക്കുമെന്ന് കർത്താവ് തൻ്റെ ജനത്തിന് ഉറപ്പ് നൽകിയ ജെരമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടു. ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഭരിച്ചു. അപ്പോഴേക്കും ഒട്ടനവധി സമരങ്ങളും അവഹേളനകളും പ്രയാസങ്ങളും നേരിട്ടിരുന്ന ജനങ്ങൾക്ക് ഇത് പ്രതീക്ഷയും സന്തോഷവുമായിരുന്നു. ദാവീദിൻ്റെയും സോളമൻ്റെയും മഹത്തായ കാലത്തെ പോലെ ഇസ്രായേൽ രാജ്യം ഇല്ലായിരുന്നു. ഇസ്രായേൽ എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗം അസിറിയക്കാർ നശിപ്പിക്കുകയും കീഴടക്കുകയും ചെയ്തു. അവരിൽ പലരും അവരുടെ മാതൃരാജ്യത്തിൽ നിന്ന് പിഴുതെറിയപ്പെട്ടു, ദൂരദേശങ്ങളിലേക്ക് നാട് കടത്തപ്പെട്ടു. ജെരമ്യ പ്രവാചകൻ ശുശ്രൂഷിച്ച യഹൂദരാജ്യവും പല പ്രശ്നങ്ങളിൽ വലയുകയും ശക്തരായ അയൽക്കാരും ഭരണാധികാരികളും ആധിപത്യം പുലർത്തുകയും ചെയ്തതും നല്ല നിലയിലായിരുന്നില്ല. എന്നിരുന്നാലും ഇവയ്ക്കെല്ലാം നടുവിൽ കർത്താവ് തൻ്റെ ജനത്തോട് വരാനിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു. അവരുടെ പാപങ്ങളും ദുഷ്ടതയും നിമിത്തം അവർക്ക് വരാനിരുന്ന നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ കർത്താവ് രക്ഷിക്കും. അവരെ എല്ലാവരെയും രക്ഷിക്കുക, ഒരിക്കൽ കൂടി എല്ലാവരെയും കൂട്ടിച്ചേർക്കുക. അവർ ഒരിക്കൽ കൂടി അവൻ്റെ ജനമാകുമെന്നും അവർക്കെല്ലാം അവൻ്റെ സ്നേഹവും അനുകമ്പയും കരുതലും തുടർന്നും വാഗ്ദാനം ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യുക. അതിലൂടെയെല്ലാം ദൈവം തൻ്റെ എല്ലാ ജനങ്ങളെയും നമ്മെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇവയൊന്നും നാം നിസ്സാരമായി എടുക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ പാപങ്ങളും ദുഷ്ടതയും ഉണ്ടെങ്കിലും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നിലനിൽക്കുന്നു. അത്യധികമായി ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെയും തിന്മകളെയും പുച്ഛിക്കുന്നുണ്ടെങ്കിലും നാം എല്ലാവരും ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ്
അവൻ്റെ നീതിയുടെയും സത്യത്തിൻ്റെയും പാത ഒരിക്കൽ കൂടി ആശ്ലേഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം കേട്ട തൻ്റെ രക്ഷ തൻ്റെ പുത്രനിലൂടെ അവൻ നമുക്ക് അയച്ചത്. കാലത്തിൻ്റെ ആരംഭം മുതൽ അവൻ നമ്മോട് സംസാരിച്ചതും വാഗ്ദാനം ചെയ്തതും ഉറപ്പു നൽകിയതും തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൂതന്മാരിലൂടെയും അവൻ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പിതാവിൻ്റെ ഇഷ്ടത്താലും ഗർഭം ധരിച്ച ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ജഡത്തിൽ അവതരിച്ചവനും ജനിക്കുവാനും കർത്താവ് തൻ്റെ പുത്രനെ നമ്മിലേക്ക് അയച്ചതായി ഞങ്ങൾ കേട്ടു. മേരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിശുദ്ധ ജോസഫിനോട് അവളിലെ ശിശു ലോകരക്ഷകനല്ലാതെ മറ്റാരുമല്ല എന്ന സത്യം അവൻ ബോധ്യപ്പെടുത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇവയെല്ലാം കേൾക്കുമ്പോൾ ക്രിസ്തുമസ് നമുക്ക് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു. അത് ദൈവസ്നേഹം നമുക്ക് പ്രത്യക്ഷമായതും മൂർത്തവും യാഥാർത്ഥവും സമീപിക്കാവുന്നതും അവൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ദൈവം തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മേലാൽ മൂടുപടവും മറച്ചു വയ്ക്കാതെ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി എത്രമാത്രം കരുതുന്നുവെന്ന് അവൻ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നു. അവൻ പാപികളായി നമ്മിലേക്ക്, നമുക്കിടയിലുള്ള ഏറ്റവും മോശമായ പാപികളിലേക്ക് പോലും എത്തിച്ചേരുകയും അവരെ അറിയിക്കുകയും ചെയ്തു. നമ്മെ അനുരഞ്ജിപ്പിക്കുകയും പാപത്തിൻ്റെയും തിന്മയുടെയും ശ്ലേഷാധിപത്യത്തിൽ നിന്ന് നമുക്ക് മോചനവും കൊണ്ടുവരികയാണ് അവൻ്റെ ഉദ്ദേശങ്ങൾ. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ കർത്താവ് ജെരമ്യ പ്രവാചകനിലൂടെ സംസാരിച്ചതുപോലെ ക്രിസ്തുവിലൂടെ നാം എല്ലാവരും ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ തെളിവ് കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നുള്ള ഈ വായനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി നാം എങ്ങനെ സ്വയം ഒരുങ്ങിയിരിക്കാമെന്നും നമുക്ക് ചുറ്റുമുള്ള ലോകം ക്രിസ്മസ് ആഘോഷിച്ച രീതിയോട് നാം എങ്ങനെ പ്രതികരിച്ചുവെന്നും ചിന്തിക്കാൻ നമുക്ക് കുറച്ച് സമയം വഴിക്കാം. എല്ലാ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ആകാശങ്ങളുടെ എല്ലാ ഗ്ലാമറും തിളക്കവും, എന്നാൽ ഇവയ്ക്കെല്ലാം ഇടയിൽ ക്രിസ്തുവിനെ കൂടാതെ പലപ്പോഴും വന്നത്. ഇവിടെയാണ് ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അവൻ നമുക്കെല്ലാവർക്കും ഉദാരമായി കാണിച്ച സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചുകൊണ്ട്, അല്ലാതെ എല്ലാവരെയും കുറിച്ചല്ലെന്ന് ലോകത്തെ കാണിക്കാൻ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് ഇവിടെയാണ്. ആഘോഷവേളയിൽ നമുക്കെല്ലാവർക്കും ലഭിക്കാനും ആസ്വദിക്കാനും പോകുന്ന ഭക്ഷണം, പാട്ടുകൾ, ആഘോഷങ്ങൾ, സമ്മാനങ്ങൾ. അതിനാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ യോഗ്യമായി നമ്മുടെ ജീവിതം നയിക്കുന്നതിനും കർത്താവിനെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണമായും സ്വയം ഒരുങ്ങുന്നതിന് ഈ അനുഗ്രഹീതമായ ഈ സമയത്തും അവസരങ്ങളിലും നമുക്കെല്ലാവർക്കും പരമാവധി ശ്രമിക്കാം. നമ്മുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി അവനിലേക്കാണ്, അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള മറ്റു പല ശ്രദ്ധയും പ്രലോഭനങ്ങളുമല്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് ഒരിക്കൽ കൂടി കർത്താവിനെ പ്രതിഷ്ഠിക്കാം. അങ്ങനെ നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തരും പ്രതിബദ്ധതയുള്ളവരുമായ അനുയായികളും ആളുകളും ആകുന്നതിനും നമ്മുടെ ശരിയായ ദിശാബോധത്തിലൂടെയും ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നമ്മുടെ പരമാവധി സമയം ചെലവഴിക്കാം. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്തോഷവും പ്രത്യാശയുമായ ക്രിസ്തു നമുക്ക് ചുറ്റുമുള്ള കൂടുതൽ ആളുകളോട് അവനെയും അവൻ്റെ സ്നേഹത്തെയും കാണിക്കാം. കർത്താവ് നമ്മോട് ഒപ്പമുണ്ടായിരിക്കട്ടെ. അവൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ധൈര്യവും ശക്തിയും നൽകി നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. കൂടാതെ വരാനിരിക്കുന്ന
ഈ വരാനിരിക്കുന്ന പൂർണ്ണമായും ശരിയായും സന്തോഷിക്കാൻ നമുക്ക് കഴിയത്തക്ക വിധം നമ്മുടെ ആഗമന സ്മരണകളെയും ഒരുക്കങ്ങളെയും അവൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മഹത്വവും സന്തോഷം നിറഞ്ഞ ക്രിസ്തുമസ് ആയിരിക്കട്ടെ. ആമേൻ.